ഹായ് ഓൾ, എല്ലാവർക്കും അമൽസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അമൽസ് അക്കാഡമിയുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. ബേസിക്കലി ഇതൊരു ഡെമോ വീഡിയോ ആണ്. നമ്മൾ ഇപ്പോൾ ലോഞ്ച് ചെയ്ത മാത്സ് സ്പീഡ് ബൂസ്റ്റർ സീരീസിൻ്റെ ഒരു ഡെമോ വീഡിയോ ആണ്. എന്തുകൊണ്ട് ഈ കോഴ്സ് എടുക്കണം, എന്താണ് ഈ കോഴ്സിൻ്റെ ഉപയോഗം എന്നുള്ളത് വളരെ കുറച്ച് സമയം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. സോ ബേസിക്കലി നമ്മൾ ഈ കോഴ്സ് ഫോക്കസ് ചെയ്യുന്നത് ഒരു 6-7 ക്ലാസ് മുതൽ അതിന് മുകളിലോട്ടുള്ള 10ാം ക്ലാസ് വരെയാണ്. പക്ഷേ അതിന് ശേഷവും മാത്സ് വീക്കായിട്ടുള്ള കുട്ടികൾക്ക് ഈ കോഴ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയാലും ഈ കോഴ്സ് എടുക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും, ബേസിക്സ് ഓഫ് മാത്സ് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടി. സോ ബേസിക്കലി ഈ കോഴ്സിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ കൊച്ചിലെ പഠിച്ചു വന്ന കാൽക്കുലേഷൻ മെത്തേഡ്സ്, മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും സ്ക്വയേഴ്സ് ആയാലും ഇപ്പം അഡീഷൻ സബ്ട്രാക്ഷൻ ആയാലും നമ്മൾ കൊച്ചിലെ പഠിച്ചു വന്ന മെത്തേഡ്സിൽ നിന്നും ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ്, മറ്റൊരു വെറൈറ്റി മെത്തേഡിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. വളരെ വേഗത്തിലും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ്, ഒരുപാട് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ആയാലും എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതിനാണ് ഫോക്കസ്. നമ്മൾ പഠിച്ചു വന്ന രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം മറ്റൊരു പെർസ്പെക്റ്റീവിൽ നമ്പേഴ്സിനെ കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പമാണ്. അതാണ് ഈ കോഴ്സിൻ്റെ ഫസ്റ്റ് ഉപയോഗം എന്ന് പറയുന്നത്. ഒരു ഓൾട്ടർനേറ്റീവ് കാൽക്കുലേഷൻ മെത്തേഡ് നമുക്ക് ഈ കോഴ്സിൽ കിട്ടും. രണ്ടാമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റർ കാൽക്കുലേഷൻസ്, സ്ക്വയേഴ്സ് ആയാലും ക്യൂബ്സ് ആയാലും അഡീഷൻ സബ്ട്രാക്ഷൻ ആയാലും ഡിവിഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ആയാലും 30 സെക്കൻഡിൽ കൂടുതൽ നമുക്കൊരു വിത്ത് സഫീഷ്യൻറ്റ് പ്രാക്ടീസ് ഒരു 30 സെക്കൻഡിൽ കൂടുതൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആവശ്യം വരത്തില്ല. അത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മാത്രം ഒരു 30 സെക്കൻഡ് വേണ്ടി വരുമായിരിക്കും. അതല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ ഉത്തരം കിട്ടാനുള്ള ടെക്നീക്സ് നമ്മൾ ഈ കോഴ്സിൽ നിന്ന് പഠിക്കും. അടുത്തത് നമ്പേഴ്സ് ക്വിക്ക്ലി ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പോൾ ഒരു നമ്പർ 625 എന്നുള്ള നമ്പർ കാണുമ്പോഴത്തേക്ക് അത് ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അല്ലെങ്കിൽ ഇപ്പം 144 ഇങ്ങനത്തെ വളരെ ചെറിയ ചെറിയ നമ്പേഴ്സ് കാണുമ്പം ഈ സ്കൂൾ കുട്ടികൾക്ക് അവർക്ക് ആ നമ്പർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ആ അഡ്വാൻറ്റേജ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇപ്പം സ്കൂൾ ബോർഡ് എക്സാമിലാകുമ്പോഴത്തേക്ക് ഏരിയ, വോളിയം ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ദ വോളിയം ഓഫ് എ സ്ക്വയർ ഈസ് ഒരു നമ്പർ കൊടുക്കും. ആ നമ്പർ ഈ നമ്പറിന്റെ ക്യൂബ് ആണെന്ന് നമുക്ക് എളുപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആ സ്റ്റെപ്സ് എഴുതാനും ഭയങ്കര എളുപ്പമാണ്. സോ ബേസിക്കലി അതാണ് ഈ വീഡിയോയിലൂടെ ലക്ഷ്യമാക്കുന്നത്. പിന്നെ നമ്മൾ ഫണ്ടമെന്റലി ചെയ്തു വരുമ്പോഴത്തേക്ക് കെയർലെസ് മിസ്റ്റേക്സ് ഉണ്ടാകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ ഈ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സിൽ കെയർലെസ് മിസ്റ്റേക്സിന് സാധ്യതകൾ വളരെ കുറവാണ്. ഇല്ല എന്നല്ല, എന്നാലും വളരെ കുറവാണ്. പിന്നെ ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ 10 ദിവസത്തെ കോഴ്സ് കണ്ടു. ഈ 10 ദിവസത്തെ കോഴ്സ് കണ്ട് നമ്മൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്കായിരിക്കും വീണ്ടും ഒന്ന് പൊടിതട്ടിയെടുക്കുന്നത്. അപ്പോഴത്തേക്ക് കുറേ ടെക്നീക്സ് മറന്നുപോയി കാണും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഈ ഓൺലൈൻ റെക്കോർഡിങ്സ്, ഈ നമ്മൾ മുമ്പ് അറ്റൻഡ് ചെയ്ത സെയിം ലൈവ് റെക്കോർഡ് സെഷൻസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇതൊന്നുകൂടെ കണ്ട് അതിനകത്തുള്ള PDF ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ചെയ്താൽ വീണ്ടും അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കോഴ്സ് നമ്മൾ 1 വർഷത്തെ വാലിഡിറ്റിയാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ബോർഡ് എക്സാംസ് കഴിയുന്നവരെ ഈ കോഴ്സ് വാലിഡിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യാം. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മാത്സ് ഒരു പരിധി വരെ ഭയങ്കര ഈസിയായി മാറും. കാരണം 10th വരെയുള്ള മാത്സ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക്സ് പഠിപ്പിക്കുന്നതാണ്. ഈ ബേസിക്സ് നമുക്ക് ആ ബേസിക്സിനുള്ള ഒരു വളരെ സ്ട്രോങ് ഫൗണ്ടേഷൻ ഈ കോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടും. സോ ഇത് ഇത്രയാണ് ഈ കോഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒരുപാടുണ്ട്. നമ്മൾ എന്നാലും ഈ ടൈമിൻ്റെ പരിമിതി കാരണം ഇത് നിർത്തുന്നു. അപ്പോൾ ഞാൻ ഇനി കുറച്ച് ട്രിക്സ് പറഞ്ഞുതരാം. നമ്മൾ ഈ കോഴ്സിൽ ഒരുപാട് ട്രിക്സ് പഠിക്കും, ഒരുപാട് ട്രിക്സ് പഠിക്കുന്നതായിരിക്കും. അതിനകത്ത് വളരെ കുറച്ച് ട്രിക്സ് മാത്രം ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ ബേസിക്കലി ലാസ്റ്റ് 5ൽ തീരുന്ന ഏതൊരു നമ്പറും, ഫോർ എക്സാമ്പിൾ 35, 45, 75, 95 ഇങ്ങനെ ലാസ്റ്റ് 5 വരുന്ന ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ നമുക്ക് വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ലാസ്റ്റ് 5 വരുന്ന ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ നമുക്ക് വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയെന്ന് നോക്കാം. സോ ബേസിക്കലി ഞാനിവിടെ 35 എന്ന് എഴുതി. 35ൻ്റെ സ്ക്വയർ എനിക്ക് കണ്ടുപിടിക്കണം. സോ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 35 ഇൻറ്റു 35, 5 5s are 25, 5 3s are 15, 16, 17 ഇങ്ങനെ എഴുതി. 0 + 8, 5 3s are 15, 1 5, 3 into 3 9, 10. ഇപ്പോൾ എത്ര കിട്ടി? 5
12 2 1225 എന്ന് കിട്ടി. ഇതെനിക്ക് ഇത്രയും സെക്കൻഡ് എടുത്തു. ഇത് കുറച്ചുകൂടെ സ്പീഡിലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സമയം എടുക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വളരെ കുറച്ചുകൂടെ സിമ്പിൾ മെത്തേഡിൽ നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കാം. 35ൻ്റെ സ്ക്വയർ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. 35ൻ്റെ സ്ക്വയർ ആണ്. ലാസ്റ്റ് ഉള്ള നമ്പർ എത്രയാണ്? 5 ആണ്. 5ൻ്റെ സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം 25 ആണ്. അത് ഞാൻ ആദ്യം എഴുതി. 25 ഞാൻ ആദ്യം എഴുതി. ഇനി അപ്പുറത്ത് കിടക്കുന്ന നമ്പർ ഏതാണ്? 3 അല്ലേ? 3 കഴിഞ്ഞുള്ള നമ്പർ ഏതാണ്? 4. ഞാൻ ഈ രണ്ട് നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 4 ചെയ്യുമ്പോൾ എനിക്ക് 12 കിട്ടുന്നു. ഈ സെയിം ആൻസർ അല്ലേ എനിക്ക് ഇവിടെ കിട്ടിയത്. ഇനി ഇത് 5ൽ തീരുന്ന എല്ലാ നമ്പേഴ്സിനും നമുക്കിത് യൂസ്ഫുൾ ആണ്. 45ൻ്റെ സ്ക്വയർ ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25 ആണ്. 4 കഴിഞ്ഞുള്ള നമ്പർ ഏതാണ്? 5. 4 × 5 എത്രയാണ്? 20. വളരെ വേഗത്തിൽ ആൻസർ കിട്ടിയില്ലേ? ഇനി ഇതുപോലെ നമുക്ക് 25ൻ്റെ ആയാലും 75ൻ്റെ ആയാലും 95ൻ്റെ ആയാലും 125ൻ്റെ ആയാലും അങ്ങനെ അങ്ങോട്ടുള്ള എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലാർജർ നമ്പേഴ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കണം. 25ൻ്റെ സ്ക്വയർ വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാം. ലാസ്റ്റ് നമ്പർ എത്രയാണ്? ലാസ്റ്റ് നമ്പർ 5 ആണ്. 5ൻ്റെ സ്ക്വയർ 25 ആണ്. അത് ഞാൻ ഇവിടെ എഴുതി. 2 കഴിഞ്ഞുള്ള നമ്പർ ഏതാണ്? 3. 2 × 3 ചെയ്തു, 6 കിട്ടി. 625 ആണ് ആൻസർ. 75ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാലോ? ലാസ്റ്റ് നമ്പർ 5 ആണ്. 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25 ആണ്. 7 കഴിഞ്ഞുള്ള നമ്പർ ഏതാണ്? 8 ആണ്. 8 × 7 എത്രയാണ്? 56 ആണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ നമ്പേഴ്സിനെയും കണ്ടുപിടിക്കാം. ഇത് ഒരു വളരെ ഷോർട്ട് ട്രിക്കാണ്. ഇനി അടുത്ത എന്ന് പറയുന്നത്, ഓക്കെ, ലാസ്റ്റ് രണ്ട് 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു നമ്പറിന്റെ ലാസ്റ്റ് 9 ആണെന്ന് വയ്ക്കാം. ഫോർ എക്സാമ്പിൾ 39 + 43. നമുക്കിവിടെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. 39 + 43. അപ്പൊ ഏത് നമ്പർ ഇവിടെ ലാസ്റ്റ് 9 വരുമ്പോഴത്തേക്കും, രണ്ട് 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണെങ്കിൽ ഇവിടെയുള്ള ഈ നമ്പർ കണ്ടോ, 3 ഇല്ലേ? ഈ 3യിൽ നിന്ന് ഞാൻ 1 കുറയ്ക്കും. I will subtract 1 from 3. So I will get 2. I will write 2 there. എന്നിട്ട് ആ സബ്ട്രാക്ട് ചെയ്ത 1 ഞാൻ ഇവിടെ ആഡ് ചെയ്യും. 3 + 1 4, 4 + 4 8. ചിന്തിക്കേണ്ട ആവശ്യമില്ല, ചിന്തിക്കരുത്. 62 + 49. 9ന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന നമ്പർ ഏതാ? 2 ആണ്. 2ൽ നിന്ന് 1 കുറയ്ക്കുക, 1 കിട്ടി. 1 ഇവിടെ എഴുതി. ആൻഡ് നെക്സ്റ്റ് ഐ വിൽ ആഡ് 1 to the other side. ഇവിടെ 1 ആഡ് ചെയ്തു. 6 + 4 എത്ര? 10. 10 + 1 11 ആണ്. വളരെ വേഗത്തിൽ കിട്ടിയില്ലേ? ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. 79 + 21. 1ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 0 ആണ്. അതിവിടെ എഴുതി. എന്നിട്ട് ഈ 1നെ ഞാൻ അപ്പുറത്ത് ആഡ് ചെയ്തു. 7 + 1 8, 8 + 2 10. വളരെ സിമ്പിൾ അല്ലേ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മളിവിടെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനത്തെ നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനുള്ള എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത്, 1 ഡിജിറ്റിൽ 1 വരുന്ന രണ്ട് നമ്പേഴ്സ് എങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. 1 ഡിജിറ്റിൽ 1 വരുന്ന രണ്ട് നമ്പേഴ്സിനെ, 2 ഡിജിറ്റ് നമ്പേഴ്സിനെ എങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. സോ ബേസിക്കലി 41 × 71. നമുക്ക് എല്ലാവർക്കും അറിയാം 1 × 1 എന്താണ്? 1. ഞാൻ ഈ രണ്ട് നമ്പർ ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും 2 ഐ റൈറ്റ് ഇൻ പെയർസ് ഓഫ് 2 നമ്പേഴ്സ്. സോ ഐ റൈറ്റ് 0 1. 1 × 1 എത്രയാണ്? 1. ബട്ട് അത് ഒരു പെയറായിട്ട് എഴുതണം എന്നുള്ളതുകൊണ്ട് 0 1 എന്ന് എഴുതും. അതേ ഞാൻ ഈ 7 + 4 ആഡ് ചെയ്യും. 7 + 4 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എത്ര കിട്ടും? 11 കിട്ടും. അത് ഞാൻ ഒരു പെയറായിട്ടാണ് എഴുതുന്നത്. അതെന്റെ ഈ സൈഡിലോട്ടാണ് എഴുതുന്നത്. ശ്രദ്ധിച്ചല്ലോ, ഈ സൈഡിലോട്ടാണ് എഴുതുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 7 × 4 ചെയ്യും. ഈ രണ്ട് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. മനസ്സിലായോ? ഈ രണ്ട് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. 7 × 4 എത്രയാണ്? 28 ആണ്. അത് ഞാൻ കുറച്ചുകൂടെ ഇപ്പുറത്തോട്ട് മാറ്റി ഇവിടെ എഴുതും. ഓക്കെ, എന്നിട്ട് ഈ എംപ്റ്റി സ്പേസസിൽ ഞാൻ 0 ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 1 + 0 + 0 1. ഇതും 1. 8 + 1 9. 2 2 9 1 1.
നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ വേഗത്തിൽ നമുക്ക് ഉത്തരം കിട്ടും. 31 × 41 വളരെ എളുപ്പത്തിൽ എഴുതാം. 1 × 1 എത്രയാണ്? 1. പക്ഷെ ഞാൻ ഒരു പേരായിട്ട് എഴുതണമെന്നുള്ളതുകൊണ്ട് 0 1 എന്ന് എഴുതും. 0 1 എന്ന് എഴുതിയേ. ഇനി അടുത്ത എത്രയാണ്? 4 + 3 ചെയ്യണം. ഇവിടെയുള്ള രണ്ട് നമ്പേഴ്സ് എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 4 + 3 ചെയ്തു. 4 + 3 ചെയ്തപ്പോൾ എത്ര കിട്ടി? ഞാൻ പേരായിട്ട് എഴുതേണ്ട അവനെന്ത് 07 എന്ന് എഴുതി. 07 എന്ന് എവിടെ? ഈ സൈഡിലേക്ക് എഴുതി. ഓക്കെ. അടുത്ത എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? 4 × 3 ചെയ്യണം. ഈ സൈഡിലുള്ള രണ്ട് നമ്പർ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? മൾട്ടിപ്ലൈ ആയപ്പോഴത്തേക്ക് എത്ര കിട്ടി? 12 കിട്ടി അല്ലേ? ഞാൻ 12നെ ഇവിടെ എഴുതി. ഇനി ആ എം ടി സ്പേസിനെല്ലാം ഞാൻ 0 ഇട്ട് ഫില്ല് ചെയ്യുന്നത്. 0 ഇട്ടു, 0 ഇട്ടു, 0 ഇട്ടു. ആഡ് ചെയ്തപ്പോഴത്തേക്ക് എത്ര? 1 കിട്ടി, 7 കിട്ടി, 2 കിട്ടി, 1 കിട്ടി. 1271. സിമ്പിൾ അല്ലേ? വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. ഇനി അടുത്ത 61 × 91 ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 61 × 91 എങ്ങനെ കണ്ടുപിടിക്കാം? 1 × 1 എത്രയാണ്? 01 ആണ്. ഞാൻ പറഞ്ഞു പേരായിട്ട് എഴുതണം, അതുകൊണ്ട് 01 എന്ന് എഴുതി. ഇനി അടുത്ത എന്താണ്? 6 + 9 എത്രയാണ്? 15 ആണ്. ഞാൻ ഇവിടെ എന്ത് എഴുതി? 15 എന്ന് എഴുതി. അടുത്ത എന്താണ്? എനിക്ക് 6 × 9 ചെയ്യണം. ഈ രണ്ട് നമ്പറും കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 6 × 9 ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എത്ര കിട്ടും? 54 കിട്ടും അല്ലേ? ഞാൻ ഈ 54നെ ഇവിടെ എഴുതി. എം ടി സ്പേസസിനെ 0 ഇട്ട് ഫില്ല് ചെയ്തു. എല്ലാം കൂടെ ആഡ് ചെയ്തു. 1 5 5 5. ഇതാണ് ആൻസർ. സോ ഈ 3 ട്രിക്സും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് വെറും ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. ഇനി ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ്റെ, അഡീഷൻ്റെ, ഡിവിഷൻ്റെ, പിന്നെ സ്ക്വയേഴ്സ്, ക്യൂബ്സ്, റൂട്ട്സ്, ഡിജിറ്റ്സ് ആൻഡ് മെത്തേഡ്സ്, അപ്പോൾ ഇതുപോലെ ഒരുപാട് ട്രിക്സ് നമുക്ക് ഈ കോഴ്സിൽ പഠിക്കാനുണ്ട്. നിങ്ങളുടെ മാത്സ് വളരെ എളുപ്പത്തിലാക്കാമെന്ന് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. കാരണം വളരെ സിമ്പിളാണ് കാര്യങ്ങൾ, വളരെ സിമ്പിളാണ്. നമ്മൾ ചിന്തിക്കുന്ന രീതി മാറ്റിയാൽ നമുക്ക് എന്ത് വളരെ വേഗത്തിൽ ഉത്തരം കിട്ടും. നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള മാത്രമുള്ള ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ വളരെ വേഗത്തിൽ എന്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, നമുക്ക് ബോർഡ് എക്സാമിന് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ എല്ലാവർക്കും ഈ ട്രിക്സ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഈ കോഴ്സ് നമ്മൾ ഏപ്രിൽ 14-ാം തീയതിയാണ് തുടങ്ങുന്നത്, 23-ാം തീയതി വരെയാണ്. ഈ കോഴ്സ് നിങ്ങൾക്ക് 1-2 ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല. ലൈവ് റെക്കോർഡിങ്സ് ഉണ്ട്. ഈ റെക്കോർഡിങ്സ് എല്ലാം നമുക്ക് വീണ്ടും കാണുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്, മെസ്സേജ് ഇടാവുന്നതാണ്. ഈ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണ്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ കുട്ടികളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. നമുക്കെല്ലാവർക്കും മാത്സ് ഒരു ഫണ്ണാക്കി എടുക്കാം. ബൈ, താങ്ക് യു.